സത്യം പറഞ്ഞാൽ ഇവിടെ UDF ജയിക്കുകയല്ല, LDF തോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിലോ കോട്ടയത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ അതുമല്ലെങ്കിൽ ചാലക്കുടിയിലോ വയനാട്ടിലോ മലപ്പുറത്തോ പൊന്നാനിയിലോ UDF ജയിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം, അവരുടെ കോട്ടകളാണ്. മറിച്ച് ഈ ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ ആറ്റിങ്ങൽ, കൊല്ലം, അല്ലെങ്കിൽ പാലക്കാട്, കണ്ണൂർ, വടകര, കാസർഗോഡ് ഇങ്ങനെയൊക്കെയുള്ള സീറ്റുകളിൽ LDF ദയനീയമായി തോൽക്കുന്നു എന്നല്ല, ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ, അതുമാത്രമല്ല തോറ്റ LDF സ്ഥാനാർത്ഥികളുടെ തൊട്ടുപുറകിൽ BJP സ്ഥാനാർത്ഥികൾ വരുന്നു. ഒരു സീറ്റിൽ BJP ജയിക്കുന്നു, ഒരു സീറ്റിൽ BJP രണ്ടാം സ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന വലിയൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അത് CPM-കാർ ഇതൊക്കെ നിഷേധിക്കും, കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു, അല്ലെങ്കിൽ എന്താണ് ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള ക്യാപ്സൂളുകൾ വളരെ വൈകാതെ വരും. മാത്രമല്ല കുമാരപിള്ള സാറിൻ്റെ റോളിൽ നമ്മുടെ ഗോവിന്ദൻ മാഷ് മിക്കവാറും ഉടനെ തന്നെ പത്രസമ്മേളനമൊക്കെ നടത്തും. പക്ഷേ കനൽ ഒരു തരിയായിരുന്നു മറ്റൊരു തരിയായി കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് ഭയങ്കര മതിപ്പാണ്. ആ മതിപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഭയങ്കരമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ പരിപാടി, അതിന് കിട്ടിയൊരു വലിയ സ്വീകാര്യത. അതിൻ്റെ ഭാഗമായിട്ട് DYFIക്കാർ നടത്തിയ ജീവൻ രക്ഷാപ്രവർത്തനം, പിന്നെ SFIക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവം, അതായത് BCom തോറ്റവന് MCom പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആർഷോ സഖാവിൻ്റെ നേതൃത്വത്തിൽ ഗവർണറെ തടഞ്ഞതുപോലെയുള്ള പരിപാടികൾ, യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ആ മതിപ്പാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഒരു കനൽ അണഞ്ഞ് വേറൊരു കനൽ മാത്രമായിട്ട് തീർന്നത്. ഇതൊന്നും പറഞ്ഞാൽ സഖാക്കൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ എന്താണ് വായിലെ വെള്ളം പറ്റിക്കാൻ നല്ലാണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ സജി ചെറിയാനെ പോലെ, വാസവനെ പോലെ, ബിന്ദുവിനെ പോലെ, വീണ ജോർജിനെ പോലെ ഒക്കെ പ്രതിപാദനരായ മന്ത്രിമാർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം, അമ്മോശനും മരുമോനും കൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ, ഇതെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ഘടകവും കൂടി ഉണ്ട്, അതായത് ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ നടത്തിയ പല കലാപരിപാടികളുണ്ട്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് ലീഗുകാർ സമരം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും, ലീഗിനോട് ചേർന്ന് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടി മാർക്സിസ്റ്റുകാർ സമരം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരമെന്ന് ആൾക്കാർ ഒന്നുകൂടി ആലോചിക്കും. പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്, ഭൂരിപക്ഷ സമുദായക്കാരാണ്. അത് പോട്ടെ എന്ന് വയ്ക്കാം. ഈ ഗണപതി മിത്താണ് എന്ന് പറയുമ്പോൾ അത് മിത്തല്ല മുത്താണ് എന്ന് തിരുത്തുന്നതും, അല്ലെങ്കിൽ ഇതിനെ പാർട്ടി എൻഡോഴ്സ് ചെയ്യുന്നതും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ, അതും പോട്ടെ എന്ന് വയ്ക്കാം. ഇവിടെ ഹമാസിന് അനുകൂലമായിട്ട് നടത്തിയ പ്രക്ഷോഭങ്ങൾ, ഹമാസ് തീവ്രവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെ നടന്ന ആക്രമണം, ഹമാസിൻ്റെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിന് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈദ്ധാന്തികമായ പിന്തുണ, ഇതൊക്കെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തൃശ്ശൂർ ഉണ്ടായ റിസൾട്ട് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് 2 അസംബ്ലി സെഗ്മെൻറ്റിലെങ്കിലും സഖാവ് ആരിഫിനെ പുറകിലാക്കിയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഹമാസ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്നേഹബുദ്ധിയെ ചൂണ്ടിക്കാണിച്ചൊന്നും മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഒരു സാമ്രാജ്യത്വ യാങ്കി സയനിസ്റ്റ് ബൂർഷുവായിട്ട് കണക്കാക്കപ്പെടും. എനിക്ക് പോലും സാരമില്ല, സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്. ഇത് ഞാൻ പറഞ്ഞാലൊന്നും പാർട്ടിയോ പ്രസ്ഥാനമോ ഒന്നും നയപരിപാടികളിൽ ഒരു മാറ്റം വരുത്തില്ലെന്ന് എനിക്കറിയാം. 2009 അബ്ദുൾ നാസർ മദനിയുടെ കൂടെ ചേർന്ന് ഇവിടെ ഇതുപോലൊരു വിപ്ലവം നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടാണ്. ആ കാര്യം ഓർമ്മയുണ്ടാകുന്നത് അതിലാണ്. പിന്നെ ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫണ്ടുകാർ മുഴുവനും ഇപ്പോൾ മാർക്സിസ്റ്റുകാരായിട്ടാണ് ഭാവിക്കുന്നത്. അതുമൊക്കെ ഒരു കാരണമായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് LDFൻ്റെ വോട്ടിൽ ഇങ്ങനെ കുറവ് സംഭവിച്ചത്. UDFന് പ്രത്യേകിച്ച് പരിക്കൊന്നും സംഭവിക്കാതിരിക്കുന്നത് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്.